ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധി ചക്രയുടെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധി ചക്രയെക്കുറിച്ച് പറയുമ്പോൾ ഈ ചക്രത്തിൻ്റെ അതിദേവത സദാശിവനാണ്. ശിവനെന്നാൽ പ്രപഞ്ചത്തിൻ്റെ ലയവും മൗനവുമാണ്. നോക്കൂ, ശബ്ദങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഈ പ്രധാന കേന്ദ്രത്തിൽ എന്തുകൊണ്ടാണ് നിശബ്ദനായ ശിവൻ ഇരിക്കുന്നത്? ഇതിൻ്റെ രഹസ്യം നമ്മുടെ തൊണ്ടയിൽ തന്നെയുണ്ട്. നമ്മുടെ ശബ്ദത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്കുള്ളിൽ ഒരു സെക്കൻഡിൻ്റെ 1000-ലൊരംശം നിശബ്ദതയുണ്ട്. ആ മൗനത്തിൽ നിന്നാണ് വാക്ക് ജനിക്കുന്നത്. അപ്പോൾ വാക്കല്ല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, മറിച്ച് വാക്കുകൾ ജനിക്കുന്ന ആ മൗനത്തിൻ്റെ പ്രകമ്പനമാണ് സർവ്വതിനെയും സൃഷ്ടിക്കുന്നത്. സദാശിവൻ ഈ ചക്രത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ശബ്ദത്തിനൊരു അടിത്തറ നൽകാനാണ്, മൗനത്തിൻ്റെ അടിത്തറ. ഈ അറിവാണ് യോഗികളെ സാധാരണക്കാരിൽ നിന്ന് വേർതിരിക്കുന്നത്. അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ വാക്കിനും പിന്നിൽ ഒരു അചഞ്ചലമായ മൗനം നിലനിൽക്കുന്നുണ്ട്. അവരുടെ വാക്ക് വായുവിൽ അലിഞ്ഞു പോകുന്ന ഒന്നുമല്ല. അത് ആ മൗനത്തിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് അതിനൊരു ഭാരമുണ്ട്, അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് യോഗികളുടെ വാക്കിന് അത്രയും ശക്തിയുള്ളത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കുള്ളിൽ ആ മൗനം തകരുന്നില്ലെങ്കിൽ നമ്മുടെ വാക്കിന് ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതാണ് വാക്സിദ്ധി. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമ്മുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കലും മൗനത്തിൽ നിന്നല്ല, മറിച്ച് നമുക്കുള്ളിലെ അതിഭയങ്കരമായ ബഹളത്തിൽ നിന്നാണ്. നമ്മൾ സംസാരിക്കും തോറും കൂടുതൽ കൂടുതൽ ബഹളമുണ്ടാക്കുകയാണ്. ഒരു യോഗി സംസാരിക്കുന്നത് മൗനത്തെ വെളിപ്പെടുത്താനാണ്. അദ്ദേഹം പറയുമ്പോൾ മൗനം കുറയുന്നില്ല, മറിച്ച് ആ മൗനം വാക്കുകളിലൂടെ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ആലോചിക്കേണ്ടത് സംസാരിക്കുമ്പോൾ നമുക്കുള്ളിലെ ആ മൗനം സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളിൽ പൂർണ്ണമായ ശാന്തതയുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വാക്കും ഒരു മന്ത്രമായി മാറും. സദാശിവന്റെ ഈ മൗനം നമ്മുടെ തൊണ്ടയിൽ നമ്മൾ ധ്യാനിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ആ മൗനത്തെ മറക്കരുത്. ആ നിശബ്ദതയിൽ നിന്നാണ് അർത്ഥവത്തായ വാക്കുകൾ ജനിക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളിൽ ആ ശിവസ്വരൂപമായ മൗനം കാത്തു സൂക്ഷിക്കാൻ ശീലിച്ചൊന്ന് നോക്കണം. അപ്പോൾ നമ്മളുടെ വാക്കുകൾ വെറും ശബ്ദമായിരിക്കില്ല, മറിച്ച് ആ മൗനം തന്നെയായിരിക്കും വാക്കുകളായി പുറത്തു വരിക. ഇനി നമ്മൾ ഈ ചക്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക്, ഹം എന്ന ബീജമന്ത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ മന്ത്രം വെറുമൊരു ശബ്ദമല്ല, മറിച്ച് ശക്തിയേറിയ ഒരു ഫ്രീക്വൻസിയാണ്. നമ്മൾ ഹം എന്ന് ദീർഘമായി ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദതരംഗങ്ങൾ തൊണ്ടയിലെ വോക്കൽ കോഡുകളിൽ നിന്ന് ആരംഭിച്ച് കേന്ദ്രബിന്ദുവായ പീനിയൽ ഗ്ലാൻഡിൽ ചെന്നുമുട്ടും. ഈ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ നമ്മുടെ തലച്ചോറിലെ മൃദുപ്രായമായ കോശങ്ങളെ ഊർജ്ജവൽക്കരിക്കും. ഇന്നത്തെ സൗണ്ട് ഹീലിങ്ങിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേയുള്ള രൂപമാണിത്. നമ്മുടെ തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികൾക്കൊക്കെ ഇതൊരു മസാജിങ് പോലെയാണ്. നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ തൊണ്ടയിൽ അനുഭവപ്പെടുന്ന ആ വിറയൽ, അത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നിങ്ങൾ ഹം എന്ന് മെല്ലെ ഒന്ന് ഉരുവിട്ട് നോക്കിക്കേ. ആ ശബ്ദം നമ്മുടെ തൊണ്ടയിൽ മാത്രം ഒതുങ്ങില്ല. ആ പ്രകമ്പനം നമ്മുടെ നെഞ്ചിലേക്കും തലയുടെ മുകളിലേക്കും ഒരു വൈദ്യുത പ്രവാഹം പോലെ പടരും. ആ പ്രകമ്പനം നമ്മുടെ തലച്ചോറിലെ ഓരോ കോശത്തെയും ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധി ചക്രത്തിൻ്റെ ആകാശ തത്വത്തെ തൊട്ടു തുടങ്ങി എന്നാണ് അർത്ഥമാക്കേണ്ടത്. അധികമാരും പറയാത്ത ഒരു രഹസ്യത്തെ കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിശുദ്ധി ചക്രം ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ മണിപൂരകത്തിലെ അഗ്നി വിശുദ്ധിയിലെ ആകാശത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമേ ഒരാൾക്ക് വാക്സിദ്ധി ലഭിക്കുകയുള്ളൂ. ഇതിനെ അഗ്നി-ആകാശ സംയോഗം എന്നാണ് വിളിക്കുന്നത്. അഗ്നി എന്നാൽ ഇച്ഛാശക്തിയും ആവേശവുമാണ്. ആകാശമെന്നാൽ അറിവും വാക്കുകളുമാണ്. ഇച്ഛാശക്തി ആകാശവുമായി ചേരുമ്പോൾ വാക്കുകൾക്ക് തീഷ്ണതയും പ്രകാശവും ലഭിക്കും.
നമ്മളൊരു വലിയ കാര്യം സംസാരിക്കുമ്പോൾ വയറ്റിൽ നിന്നൊരു ഊർജ്ജം മുകളിലേക്ക് പ്രവഹിച്ച് തൊണ്ടയിൽ വന്ന് തട്ടുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു അവസ്ഥയാണ് അഗ്നി ആകാശ സംയോഗം. ഈ സംയോഗം സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്കുള്ളിലെ സത്യവുമായി അപ്പോൾ തന്നെ ഒത്തുചേരും. അപ്പോൾ പുറത്തു വരുന്ന വാക്കുകൾ വെറും ശബ്ദമായിരിക്കില്ല, അവ സത്യമായി മാറും. ഇതിനെയാണ് വാക്സിദ്ധി എന്നൊക്കെ പറയുന്നത്. നമുക്കുള്ളിലെ അഗ്നിയെ തൊണ്ടയിലെ ഈ നീല ആകാശത്തിലേക്ക് ഉയർത്താൻ പഠിച്ചാൽ നമ്മുടെ വാക്കുകൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളായി മാറും. ഓർക്കുക, വാക്സിദ്ധിക്ക് അടിസ്ഥാനം സത്യമാണ്. നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിൽ സത്യമായി ഭവിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ എപ്പോഴും സത്യവുമായി പൊരുത്തപ്പെട്ടിരിക്കണം. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും നുണ പറയുകയോ അതിശയോക്തി കലർത്തുകയോ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കണം. സത്യം സംസാരിക്കാൻ ശീലിക്കുന്നതോടെ നമ്മുടെ വാക്കിന് ഒരു പ്രത്യേക ശക്തി കൈവരും. നമ്മുടെ വാക്കുകളുടെ ശക്തി വെറുതെ നഷ്ടപ്പെടുത്താതെ നമുക്കുള്ളിൽ ശേഖരിക്കപ്പെടണം. ഈ മൗനത്തിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ ഗാംഭീര്യവും ഫലസിദ്ധിയും ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? ചിന്തയും വാക്കും തമ്മിൽ വലിയ വലിയ അകലമുണ്ട്. ഇനി മുതൽ സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയാൻ പോകുന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതാണോ? ആ വാക്ക് ആർക്കെങ്കിലും ദോഷം ചെയ്യുമോ എന്ന്. വാക്കുസിദ്ധി എന്നത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനോ അഹങ്കാരം കാണിക്കാനോ ഉള്ളതല്ല. നമ്മൾ നേടുന്ന ഈ ശക്തി മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഈ വാക്കുസിദ്ധി ഒരു ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതുമല്ല. വർഷങ്ങളോളം സത്യവും മൗനവും ശീലിക്കുന്ന ഒരു സാധകന് താൻ പറയുന്ന കാര്യങ്ങൾ പ്രകൃതിയിൽ നടപ്പിലാക്കുന്നതായി അനുഭവപ്പെടും. ഇതാണ് വാക്കുസിദ്ധിയുടെ തുടക്കം. ഇനി നമുക്ക് യോഗവിദ്യയിലെ ഏറ്റവും നിഗൂഢമായ എന്നാൽ അതീവ ശക്തിയുള്ള ജലന്ധര ബന്ധമെന്ന ആക്ടിവേഷൻ വിദ്യയിലേക്ക് കടക്കാം. ഇതൊരു എനർജി പൂട്ടാണ്. നമ്മൾ താടിയെ നെഞ്ചിൻകുഴിയിലേക്ക് അമർത്തിപ്പിടിക്കുമ്പോൾ തൊണ്ടയിലെ പ്രധാന നാഡികളിലും ഗ്രന്ഥികളിലും ഒരു ചെറിയ സമ്മർദ്ദമുണ്ടാകും. തന്ത്രശാസ്ത്രം പറയുന്നത് നമ്മുടെ സഹസ്രാര ചക്രത്തിൽ നിന്ന് നിരന്തരം ഒരു അമൃത് അഥവാ ശക്തിയായ ഊർജം ഉരുകി താഴേക്ക് വീഴുന്നുണ്ടെന്നും ഈ ഊർജം മണിപൂരകത്തിലെ അഗ്നിയിൽ ചെന്ന് ദഹിച്ചു പോകുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ നശ്വരനായി തീരുന്നതും അവൻ്റെ ഊർജം ചോർന്നു പോകുന്നതും എന്നാണ്. ഈ അമൃതിനെ താഴേക്ക് പോകാതെ തൊണ്ടയിൽ വെച്ച് തടഞ്ഞു നിർത്തുന്ന അദൃശ്യമായ ഒരു ഗേറ്റാണ് ജലന്ധര ബന്ധം. ഇത് പരിശീലിക്കാനായി ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പിന്നീട് പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടണം. ശ്വാസം പൂർണ്ണമായും പുറത്ത് വിട്ട ശേഷം താടി നെഞ്ചിൻകുഴിയിലേക്ക് അമർത്തിപ്പിടിക്കണം. ശ്വാസം കൂടുതൽ നേരം പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ ആദ്യം താടിയെ മെല്ലെ ഉയർത്തണം. അതിനുശേഷം മാത്രം വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. നെഞ്ചിലേക്ക് താടി അമർത്തി പിടിക്കുമ്പോൾ അവിടെയുള്ള ഒരു പൂട്ട് നമ്മുടെ പ്രാണനെ മുകളിലേക്ക് തള്ളാൻ തുടങ്ങും. ആ നിമിഷം തൊണ്ടയിലെ വിശുദ്ധി ചക്രത്തിൽ ഊർജം തടയപ്പെടും. ഈ കുടുങ്ങിയ ഊർജം തൊണ്ടയുടെ തൊട്ടു പിന്നിലുള്ള സുഷ്മുന നാഡിയിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കും. അതുവഴി പീനിയൽ ഗ്ലാൻഡ് സ്ഫോടനാത്മകമായി ഉത്തേജിക്കപ്പെടും. ഇവിടെയാണ് മന്ത്രം മായുന്നത്. ഇവിടെയാണ് ചിന്തകൾ നിശബ്ദമാകുന്നത്. ഒരു വലിയ ജലപ്രവാഹത്തെ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ അത് കൂടുതൽ ശക്തിയോടെ മുകളിലേക്ക് ഉയരില്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മുടെ പ്രാണൻ തൊണ്ടയിൽ തടയപ്പെടുമ്പോൾ അത് നേരെ സഹസ്രാര ചക്രത്തിലേക്ക്, ആ 1000 ഇതളുള്ള താമരയിലേക്ക് അടിച്ചു കയറും. ഇത് ചെറിയൊരു വിദ്യയൊന്നുമല്ല. ഇത് നമ്മെ ഭൗതിക തലത്തിൽ നിന്ന് ഉന്നതമായ ബോധതലത്തിലേക്ക് ഉയർത്തുന്ന ഒരു ലിഫ്റ്റാണ്. നമ്മൾ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു തരം നിശബ്ദത അനുഭവപ്പെടും. ഇതാണ് വിശുദ്ധി ചക്രത്തിൻ്റെ ഉണർവ്. ഈ ക്രിയ വെറും വയറിൽ മാത്രം ചെയ്യണം. ദിവസത്തിലൊരു 7 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഒരു ശബ്ദത്തിൻ്റെ അങ്ങേയറ്റത്ത് എന്താണുള്ളത്? നമ്മൾ മനസ്സിലാക്കിയത് നിശബ്ദത എന്നാണ്. എന്നാൽ സത്യം അതിനുമപ്പുറമാണ്. നിശബ്ദത എന്നത് ശബ്ദമില്ലാത്ത അവസ്ഥയല്ല.
അതൊരു വലിയ ശബ്ദത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഒച്ചപ്പാടുകളില്ലാത്ത ഒരു മുറിയിൽ കണ്ണുകൾ അടച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ചെവികൾക്കുള്ളിൽ ഒരു നേർത്ത മുഴക്കമോ ഒരു തേനീച്ചയുടെ മൂളക്കം പോലെയോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു സമുദ്രത്തിൻ്റെ ഇരമ്പൽ പോലെയോ ഉള്ള ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇതാണ് യോഗികൾ അനാഹതനാദം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഉയർന്ന അറിവുകൾ നമ്മൾ സഹസ്രാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും അനാഹതനാദം എന്നത് ഉണ്ടാക്കാത്ത ശബ്ദമാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നതല്ല. പ്രപഞ്ചം നമുക്കുള്ളിൽ നിരന്തരം മുഴക്കുന്ന ശബ്ദമാണിത്. ഈ അനാഹതനാദത്തെ തൊട്ടുണർത്തുവാനുള്ള അതീവ രഹസ്യമായ വിദ്യയാണ് ബ്രഹ്മരി പ്രാണായാമം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറം ലോകത്തേക്ക് തുറന്നിരിക്കുമ്പോൾ നമുക്ക് ഈ നാദം കേൾക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പുറം ലോകത്തെ കട്ട് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ 2 തള്ളവിരൽ കൊണ്ട് ചെവികൾ മൃദുവായി അടയ്ക്കണം. ചൂണ്ടുവിരൽ കൊണ്ട് നമ്മുടെ കണ്ണുകളും പതുക്കെ മൂടണം. ഇപ്പോൾ പുറം ലോകം നമ്മോട് പൂർണ്ണമായും വിട പറയും. ഇനി ഒരു വണ്ടിനെ പോലെ തൊണ്ടയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു നീണ്ട ഹം എന്ന നാദത്തെ ഉച്ചരിക്കണം. ആ ശബ്ദം തൊണ്ടയിൽ നിന്ന് നേരെ മസ്തിഷ്കത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉയരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ശബ്ദം നമ്മുടെ തലച്ചോറിനെ ഒരു പ്രതിധ്വനി ഉണ്ടാക്കുന്ന ഉപകരണമാക്കി മാറ്റും. നമ്മൾ ഉച്ചരിക്കുന്ന ഹം എന്ന നാദം അവസാനിക്കുമ്പോൾ നമ്മുടെ ചെവികൾക്കുള്ളിൽ ശരിയായ അനാഹതനാദം കൂടുതൽ വ്യക്തമായി മുഴങ്ങാൻ തുടങ്ങും. ഇതാണ് നാദബ്രഹ്മത്തെ ധ്യാനിക്കൽ. ഇത് കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ ലോകത്തിലെ കോലാഹലങ്ങൾ നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മൾ പുറമേ നിന്നുള്ള ശബ്ദങ്ങളെയല്ല, പ്രപഞ്ചം സ്വയം സൃഷ്ടിക്കുന്ന ആ ആത്മീയ ശബ്ദത്തെയാണ് കേൾക്കുന്നത്. ഈ നാദം നമുക്കുള്ളിലെ എല്ലാ അസ്വസ്ഥതകളെയും അലിയിപ്പിച്ചു കളയും. നമ്മളപ്പോൾ ആ ശബ്ദത്തോട് സംവദിക്കാൻ തുടങ്ങുകയാണ്. അതാണ് ആത്മീയതയുടെ യഥാർത്ഥ തുടക്കം. എന്നാൽ പലരും കരുതുന്നത് അനാഹതനാദം ഹൃദയത്തിൽ മാത്രമുള്ള ഒന്നാണെന്നാണ്. എന്നാൽ ഓർക്കുക, ഹൃദയത്തിൽ അങ്കരിക്കുന്ന ആ പ്രപഞ്ചനാദം നമ്മുടെ തൊണ്ടയിലെ വിശുദ്ധി ചക്രത്തിലൂടെയാണ് കടന്നു വരുന്നത്. നമ്മുടെ തൊണ്ടയിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അനാഹതനാദം നമുക്ക് അനുഭവപ്പെടില്ല. ഈ പ്രാണായാമം വെറും വ്യായാമമല്ലട്ടോ. ഇത് നമ്മുടെ വിശുദ്ധി ചക്രത്തെ ക്ലീൻ ചെയ്ത് ഹൃദയത്തിലെ ആ നിഗൂഢമായ നാദത്തെ തലച്ചോറിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലം പണിയുകയാണ്. തൊണ്ടയിലെ ഈ ഹം എന്ന പ്രകമ്പനം ഹൃദയത്തിലെ നിശബ്ദതയെ തൊണ്ടയിലെ ശബ്ദവുമായി കൂട്ടിയോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ അനാഹതത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഒഴുകി വരുന്ന പ്രപഞ്ചത്തിൻ്റെ സംഗീതമായിരിക്കും. ഇനി നമ്മൾ തൊണ്ടയെ ഒരു സംഗീതോപകരണത്തെ പോലെ ട്യൂൺ ചെയ്യാൻ പോകുകയാണ്. വർഷങ്ങളായി നാം അടിച്ചമർത്തി വെച്ച വികാരങ്ങൾ കൊണ്ട് തൊണ്ടയിലെ പേശികൾ ദൃഢമായിരിക്കും. ഈ പേശികളെ അയച്ചുവിടാതെ വിശുദ്ധി ചക്രം ഒരിക്കലും ഉണരില്ല. ഇതിനെയാണ് യോഗികൾ സ്വരശുദ്ധിക്രിയ എന്ന് വിളിക്കുന്നത്. ഇതൊരു സാധാരണ വ്യായാമമല്ലട്ടോ. ഇതൊരു വോക്കൽ ആൽക്കമി അഥവാ ശബ്ദത്തിലൂടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന വിദ്യയാണ്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ശബ്ദത്തെ ഒരു വൈബ്രേഷണൽ മാസ്റ്റർ കീയാക്കി മാറ്റുകയാണ്. ഒരു മണിയടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന നാദം പോലെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ശരീരത്തിൻ്റെ ഓരോ കോശത്തെയും സ്പർശിക്കണം. ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ കണ്ണുകൾ അടച്ച് നമ്മുടെ തൊണ്ടയിലെ പേശികൾക്ക് പൂർണ്ണമായ വിശ്രമം നൽകണം. അതിനുശേഷം തൊണ്ടയുടെ ആഴത്തിൽ നിന്നൊരു ആ എന്ന സ്വരം മെല്ലെ ഉച്ചരിക്കണം. ആ ശബ്ദം തൊണ്ടയിൽ മാത്രം ഒതുക്കരുത്. അതിനെ നമ്മുടെ നെഞ്ചിലെ ആഴങ്ങളിലേക്ക് ഇറക്കി വിടണം. ആ സമയത്ത് ഓ എന്ന ശബ്ദത്തിലേക്ക് അത് മാറണം. അത് നമ്മുടെ താടിയെല്ലുകളെയും മുഖത്തെയും വിറപ്പിക്കണം. അവസാനമായി ചുണ്ടുകൾ ചേർത്ത് വെച്ച് എന്ന നാദത്തിൽ അത് അവസാനിപ്പിക്കണം. ആ എന്ന നാദം നമ്മുടെ തലയോട്ടിയെ മുഴുവൻ ഒരു ചേംബർ പോലെ പ്രകമ്പനം കൊള്ളിക്കും. 1 മിനിറ്റ് നേരത്തേക്ക് ഇത് തുടരണം. ആ നാദം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. ഓരോ പ്രാവശ്യവും നമ്മളിത് ആവർത്തിക്കുമ്പോൾ തൊണ്ടയിലെ പഴയ ഭാരവും തടസ്സങ്ങളും ഒരു പുക പോലെ അലിഞ്ഞു പോകുന്നത് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ആയാൽ നമ്മൾ ഒരു സംഗീതോപകരണം പോലെ ഈ പ്രപഞ്ചവുമായി ട്യൂണിങ്ങിലായിത്തീരും.
വിശുദ്ധി ചക്രത്തെക്കുറിച്ച് ഇത്രയും അറിവുകൾ ലഭിച്ച നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാകും, ഇത് വെറും ഒരു തൊണ്ടയല്ല, മറിച്ച് പ്രപഞ്ചനാഥത്തെ നമ്മുടെ വാക്കുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കോസ്മിക് ഗേറ്റ് വേ ആണെന്ന്. ഈ ചക്രത്തെ പൂർണ്ണമായും ഉണർത്തി വാക്സിദ്ധിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു നാദബ്രഹ്മ ധ്യാനമുണ്ട്. അത് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം. കാരണം ഇതൊരു വിദ്യയല്ലേ, ഇതിനെ ആഴത്തിൽ കൊണ്ടു നടക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം കൈമാറേണ്ട ഒന്നാണത്. നിങ്ങൾക്കത് ആവശ്യമാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ മാത്രം ചോദിച്ച് വാങ്ങേണ്ടതാണ്. ആഴ്ചയിൽ 7 ദിവസങ്ങളിലെ ഓരോ ദിവസവും ഓരോ ചക്രയ്ക്കായി നമ്മൾ മാറ്റിവെക്കും. തുടർന്ന് എല്ലാ ആഴ്ചയിലും ഇത് നമ്മൾ തുടരും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ 7 ചക്രകളും ബാലൻസ്ഡ് ആയിരിക്കും. നമ്മൾ ഈ 7 ചക്രങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ചക്ര മെഡിറ്റേഷൻസ് ആവശ്യപ്പെടുന്നവർക്ക് നൽകുക. ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ ജ്ഞാനത്തിൻ്റെ ദേവനാണ് മാസ്റ്റർ തോത്ത്. എഴുത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രപഞ്ച രഹസ്യങ്ങളുടെയും അധിപൻ. പുരാതന ഈജിപ്ഷ്യൻ പുരോഹിതന്മാർ വിശ്വസിച്ചിരുന്നത് വിശുദ്ധി ചക്രം മാസ്റ്റർ തോത്തിൻ്റെ ജ്ഞാനനിധികളിലേക്കുള്ള ഒരു താക്കോലാണെന്നാണ്. ഇതിനെ അവർ നെച്ചർ സ്പെൽ അഥവാ ദൈവികമായ സ്പന്ദനം എന്ന് വിളിച്ചു. ഈ വിദ്യയുടെ രഹസ്യം നമ്മുടെ നാവിൻ്റെ സ്ഥാനത്താണ്. നമ്മുടെ നാക്കിനെ മുകളിലേക്ക് മടക്കി താലൂക്കിൻ്റെ അവസാന ഭാഗത്ത്, അതായത് സോഫ്റ്റ് പലറ്റിൽ അമർത്തിപ്പിടിക്കണം. ശേഷം വളരെ താഴ്ന്ന സ്വരത്തിൽ തൊണ്ടയുടെ ആഴങ്ങളിൽ നിന്ന് എന്ന് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നാക്ക് മുകളിലേക്ക് മടക്കുമ്പോൾ തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി ഒരു വായു സഞ്ചാരമില്ലാത്ത ഒരു പ്രതിധ്വനിയുടെ ചേംബറായി മാറും. ഒരു വീണയുടെയോ ഒരു തമ്പുരുവിൻ്റെയോ കുടം ശബ്ദത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമ്മുടെ തൊണ്ടയിലെ ഈ സ്ഥാനനിർണയം ശബ്ദത്തെ തലച്ചോറിലെ ഗ്രന്ഥികളിലേക്ക് നേരിട്ടെത്തിക്കും. ഈജിപ്ഷ്യൻ രഹസ്യ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ ആം എന്ന മന്ത്രം കൃത്യമായ താളത്തിൽ തൊണ്ടയിൽ മുഴങ്ങിയാൽ ആ വ്യക്തിക്ക് ഭൂമിയിലെയും ആകാശത്തിലെയും അറിവുകൾ, അതായത് ആകാശിക് റെക്കോർഡ്സ് നേരിട്ട് ലഭിക്കുമെന്നാണ്. ഇത് കേവലം വാക്കല്ല, മറിച്ച് പ്രപഞ്ചബോധത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാസ്വേഡാണ്. ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് നേരെ പീനിയൽ ഗ്ലാൻഡിലേക്ക് ഒരു നീലപ്രകാശം കുതിച്ചു പായുന്നത് സങ്കല്പിക്കണം. ഈജിപ്തിലെ പുരോഹിതന്മാർ ഈ വിദ്യ ഉപയോഗിച്ചാണ് പ്രപഞ്ച നിയമങ്ങളെയും നക്ഷത്രങ്ങളുടെ ഗതിയെയും മനസ്സിലാക്കിയിരുന്നത്. നമുക്കും ഇതൊന്ന് ചെയ്തു നോക്കാം. ഇതുവഴി എന്തെങ്കിലും ഒരു പുതിയ തിരിച്ചറിവ്, എന്തെങ്കിലും ഒരു സത്യം, ഒരു മിന്നൽ പിണർ പോലെ വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാലോ. സ്നേഹമുള്ളവരെ, ഭാരതീയ തന്ത്രശാസ്ത്രത്തിലെ ഒരു അത്യപൂർവ കൽപ്പനയാണ് സ്ഫടിക കൽപ്പന. സാധാരണ ധ്യാനങ്ങളിൽ നമ്മൾ വെളിച്ചത്തെയാണ് സങ്കല്പിക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ സങ്കല്പിക്കുന്നത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഫടികത്തെയാണ്. നമ്മുടെ തൊണ്ടയ്ക്കുള്ളിൽ വിശുദ്ധി ചക്രത്തിൻ്റെ മധ്യത്തിൽ ഒരു വലിയ സ്ഫടികം ഇരിക്കുന്നതായി കണ്ണുകൾ അടച്ച് സങ്കല്പിക്കണം. ഈ സ്ഫടികം വെറുമൊരു കല്ലല്ല, ഇത് പ്രപഞ്ചത്തിലെ എല്ലാ സത്യങ്ങളെയും സ്വീകരിക്കുന്ന ഒരു ലെൻസാണ്. ഈ വിദ്യയുടെ രഹസ്യമെന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വെറും വായു തരംഗങ്ങളല്ല, മറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ഈ സ്ഫടികമണി ആന്തരികമായി ഒന്ന് കറങ്ങുകയും അതിൽ നിന്ന് പ്രകാശത്തിൻ്റെ ആയിരക്കണക്കിന് രശ്മികൾ നമ്മുടെ വാക്കുകളോടൊപ്പം ചേർന്ന് വായുവിലേക്ക് കലരുകയും ചെയ്യും. ഈ പ്രകാശം വായുവിലേക്ക് കലരുമ്പോൾ നമ്മുടെ വാക്കുകൾ വെറും ശബ്ദമല്ലാതാകും. അവയ്ക്കൊരു ക്രിസ്റ്റലൈൻ പവർ കൈവരും. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രകൃതിയിൽ ഒരു മുദ്രയായി പതിയും. ഒരു ക്രിസ്റ്റൽ എങ്ങനെയാണോ അതിൽ തട്ടുന്ന പ്രകാശത്തെ പെരുപ്പിച്ച് കാണിക്കുന്നത്, അതുപോലെ നമ്മുടെ ആത്മാവിൽ നിന്നുള്ള സത്യത്തെ ഈ ക്രിസ്റ്റൽ പെരുപ്പിച്ച് കാണിക്കും. ഇതിൻ്റെ പരിശീലനത്തിനായിട്ട് കണ്ണുകളടച്ച് നമ്മുടെ തൊണ്ടയിൽ ഒരു നീല സ്ഫടികമണി മിന്നിത്തിളങ്ങുന്നത് കാണുന്നു. നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും ആ സ്ഫടികം പ്രകാശിക്കുകയും നമ്മൾ പറയുന്ന സത്യം ആ പ്രകാശത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. ഈ വിദ്യ പരിശീലിക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല. കാരണം
അയാളുടെ വാക്കുകൾക്ക് ഒരു സ്ഫടികത്തിൻ്റെ പരിശുദ്ധി ഉണ്ടാകും. ആ വാക്കുകൾക്ക് പ്രപഞ്ചത്തെ ചലിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. ഈ ക്രിസ്റ്റലൈൻ പവർ നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾ എന്ത് സംസാരിച്ചാലും അത് ഈ സ്ഫടികത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരട്ടെ. ഇതാണ് വാക്കുകളുടെ പൂർണ്ണത. ഇതാണ് വിശുദ്ധി ചക്രത്തിൻ്റെ അന്തിമ ലക്ഷ്യം. നമ്മളിപ്പോൾ തൊട്ടത് വിശുദ്ധി ചക്രത്തിൻ്റെ മുകൾ തട്ടിൽ മാത്രമാണ്. ഇതിൽ ചില നിഗൂഢ വിദ്യകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല, പരീക്ഷിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഇവയ്ക്ക് നിങ്ങളുടെ വാക്കുകളെ മാറ്റുവാനുള്ള കഴിവുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, ഇതുകൊണ്ടെല്ലാം എന്താണ് കിട്ടുകയെന്ന്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പുറത്ത് അന്വേഷിക്കേണ്ടതല്ല, അത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതാണ്. വാക്കുകൾക്ക് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിവുണ്ട്. ആ കരുത്താണ് നമ്മളിപ്പോൾ സ്വന്തമാക്കിയത്. ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, ഈ അറിവുകൾ ഞാനിവിടെ പങ്കുവെച്ചത് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന ഉറപ്പിലാണ്. ഈ അറിവുകൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ വാക്കുകൾ നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കുക. കാരണം നിങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധി ചക്രത്തെക്കുറിച്ച് ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.